എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൗരവ സഭയിലേക്ക് പാഞ്ചാലിയെ, ഒറ്റ വസ്ത്രധാരിയായ പാഞ്ചാലിയെ ദുശാസനൻ തലമുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത്. ആ സമയം പാഞ്ചാലി അവിടെ ഇരിക്കുന്ന പ്രഗത്ഭന്മാരോട് എല്ലാരോടും ചോദിച്ചു, ആരൊക്കെയാണ് ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ, ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥാമാവ്, കർണൻ, ദുര്യോധനൻ, മറ്റു രാജാക്കന്മാർ ഒരുപാട് പേര്. ഇവരെല്ലാവരും ഇരിക്കുന്ന സഭയിലേക്കാണ് പാഞ്ചാലിയെ ദുശാസനൻ വലിച്ചഴിച്ചുകൊണ്ട് വന്നത്. എടി ദാസി, നീ മര്യാദയ്ക്ക് വാ, നീ ഞങ്ങളുടെ ദാസിയായി തീർന്നിരിക്കുന്നു എന്നാണ് പാഞ്ചാലിയോട് ദുശാസനൻ പറഞ്ഞത്. ആ സമയത്ത് പാഞ്ചാലി അവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ കുരുവംശത്തിന്റെ മരുമകളാണ്. അങ്ങനെയുള്ള എന്നെ ഈ സഭയിലേക്ക് വലിച്ചു കയറ്റുന്നത് നിങ്ങളാരും കാണുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ധർമ്മം എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുന്നു. അവരാരും ഒരക്ഷരം മിണ്ടുന്നില്ല. എല്ലാരും തലകുനിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ദുശാസനന്റെ അനിയൻ വികർണൻ ചോദിച്ചു, സഭയിലേക്ക് നോക്കി, അല്ലയോ പ്രതിഭാധനന്മാരായ രാജാക്കന്മാരെ, ഗുരുക്കന്മാരെ, എന്തുകൊണ്ടാണ് പാഞ്ചാലിയുടെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകാത്തത്? അതിന് നിങ്ങൾ ഉത്തരം നൽകൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോ പാണ്ഡവരും എല്ലാവരും തലകുനിച്ച് നാണം കെട്ട് നിൽക്കുകയാണ്. കാരണം അവരെ എല്ലാരെയും യുധിഷ്ഠിരൻ പണയം വെച്ചു കഴിഞ്ഞു. അവസാനമാണ് പാഞ്ചാലിയെയും പണയം വെച്ചത്. അപ്പോ കർണൻ വികർണനെ ശാസിച്ചു, അല്ലയോ കുട്ടിയായ വികർണ, നിനക്കെന്ത് കാര്യം? നീ എന്തിനാണ് ഇതിനൊക്കെ അഭിപ്രായം പറയാൻ പോകുന്നത്? ഇത് ധർമ്മം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവരാരും ഒരക്ഷരവും മറുപടി പറയാതെ ഇരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പാഞ്ചാലി കരയാൻ തുടങ്ങി. തന്റെ വസ്ത്രത്തിൽ പിടിച്ചിരിക്കുന്ന ദുശാസനനെ ഒരുപാട് കോപത്തോടു കൂടി, എടാ ദുഷ്ട, എന്നെ വിടൂ എന്ന് പറയുകയും അതോടൊപ്പം വളരെ വ്യസനത്തോടു കൂടി തന്റെ ഈ വസ്ത്രം കൂടെ ദുശാസനൻ അഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി ആലോചിച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് വളരെ വലിയ കൃഷ്ണഭക്തയാണ് പാഞ്ചാലി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൂ, അല്ലയോ ഭഗവാനെ, അല്ലയോ ഭക്തയായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൂ എന്ന്. അല്ലയോ ഗോപി വല്ലഭ, ഞാൻ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്, എന്നെ നീ രക്ഷപ്പെടുത്തൂ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ച് കരയുന്നു. അങ്ങനെ ആർത്തയായി കരയുന്ന പാഞ്ചാലിയുടെ വിളി കേൾക്കാതിരിക്കാൻ കൃഷ്ണ ഭഗവാന് കഴിയില്ല. അദ്ദേഹം ആ സഭയിലേക്ക് എത്തി മറഞ്ഞു നിന്നു. അദൃശ്യനായി നിന്നുകൊണ്ട് അവൾക്ക് വസ്ത്രം ദാനം ചെയ്തു. പാഞ്ചാലിയുടെ വസ്ത്രം ദുശാസനൻ അഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നൊന്നായി അഴിക്കും തോറും വീണ്ടും വീണ്ടും പാഞ്ചാലിയുടെ ശരീരത്തിൽ വസ്ത്രം, പല നിറത്തിലുള്ള വസ്ത്രം. അപ്പം ഇതെല്ലാം വലിച്ചഴിച്ചു തുടങ്ങിയിട്ട് ഒരിക്കലും തീരുന്നില്ല. അതുകൊണ്ട് സഭാവാസികളെല്ലാം അത്ഭുത പരതന്ത്രരായി. അങ്ങനെ അഴിച്ചിട്ട് ദുശാസനന്റെ കൈ കഴച്ചു. കൈ കഴക്കിയ മാത്രമല്ല, സദസ്സിൽ കൂമ്പാരം പോലെ വസ്ത്രം. അപ്പൊ അവസാനം അയാൾ അത് അഴിക്കുന്നത് നിർത്തി. അപ്പൊ സഭയിൽ നടക്കുന്ന ഈ ധർമ്മമല്ലാത്ത കാര്യത്തെ പറ്റി ഗാന്ധാരിയും വിതുരരും ധൃതരാഷ്ട്രരോട് പറയുന്നു. അങ്ങനെ അത് കേട്ട ധൃതരാഷ്ട്രർ പാഞ്ചാലിയോട് പറയുന്നു, മകളെ, നീ കുരുവംശത്തിന്റെ മരുമകൾ തന്നെയാണ്. എന്താണ് നിനക്ക് ആവശ്യം? നീ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ എന്ന്. അത് കേട്ട് പാഞ്ചാലി പറഞ്ഞു, അല്ലയോ പിതാമഹ, അങ്ങ് ഈ അധർമ്മം കണ്ടില്ലല്ലോ. അങ്ങ് എൻ്റെ ഭർത്താവായ യുധിഷ്ഠിരനെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ശരി മകളെ, അങ്ങനെ ആവട്ടെ
എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയും നീ ചോദിച്ചോളൂ, എന്താണ് നിനക്ക് ആവശ്യം? അപ്പൊ വീണ്ടും പറഞ്ഞു, എന്റെ ഭീമനെയും അർജുനനെയും നകുലനെയും സഹദേവനെയും കൂടി ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വീണ്ടും ധൃതരാഷ്ട്രർ പറഞ്ഞു. മൂന്നാമത് വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞെങ്കിലും പാഞ്ചാലി ചോദിച്ചില്ല. പാഞ്ചാലി പറഞ്ഞു, അത് വേണ്ട, എനിക്ക് ഇത്രയും മാത്രം മതി, ഇതങ്ങ് സാധിച്ചു തന്നല്ലോ, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ധൃതരാഷ്ട്രർ പാണ്ഡവരെ മുഴുവൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവരുടെ ധനസമ്പാദ്യം മുഴുവനും എടുത്തുകൊണ്ട് പോകാൻ പറയുകയും അവര് തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാനുള്ള അനുവാദവും കൊടുത്തു. അങ്ങനെ സന്തുഷ്ടരായ പാണ്ഡവര് പാഞ്ചാലിയുമായി അവരുടെ ധനധാന്യ സമ്പത്തുക്കളുമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. അപ്പോ ഇതിനിടയ്ക്ക് വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത്, പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ച് അഴിക്കുന്ന സമയത്ത് ഭീമൻ കോപാകുലനായി. ഭീമൻ എന്നിട്ട് പറയുന്നു, ദുശാസന, എല്ലാവരും കേൾക്ക, ഞാൻ പറയുകയാണ്, നിന്റെ മാറിടം ഞാൻ ഗദ കൊണ്ടടിച്ചു പിളർന്ന് അതിൽ നിന്ന് ചുടുരക്തം ഞാൻ കുടിക്കും. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം എന്ന് പറയും. തന്റെ ഭാര്യ അല്ലെ തങ്ങളുടെ ഭാര്യയായ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെ പറഞ്ഞതാണ്, ഒരിക്കലും നിന്നെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അപ്പോ ഈ പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുന്ന സമയത്ത് ദുര്യോധനൻ അട്ടഹസിച്ചുകൊണ്ട് തുടയിലെ വസ്ത്രം മാറ്റി തുടയിൽ അടിക്കും, അടിച്ചു രസിക്കും. അപ്പോഴും ഭീമൻ പറയുന്നു, നിന്റെ തുട ഞാൻ തല്ലിപ്പൊളിക്കും എന്ന്. ഈ രണ്ട് സത്യങ്ങളും ഭീമസേനൻ ആ സഭയിൽ വെച്ച് പറഞ്ഞിട്ടാണ് പിന്നീട് ധൃതരാഷ്ട്രരുടെ അനുവാദത്തോടുകൂടി അവരെല്ലാവരും പോകുന്നത്. ഇത് കണ്ട ദുശാസനൻ പറഞ്ഞു, അയ്യോ, ഈ കിഴവൻ രാജാവ് ചെയ്തത് എന്താണ്? അവരുടെ ധനവും ധാന്യവും എല്ലാം കൊടുത്ത് അവരെ തിരിച്ചു വിട്ടിരിക്കുന്നു. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ തിരിച്ചു പിടിച്ചത്. അപ്പൊ അതെല്ലാം തിരിച്ചവര് കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ ഇനി എന്താണ് ഒരു വഴി? എന്തെങ്കിലും ഒരു വഴി ചെയ്യണമല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ശകുനി ഉടനെ പറഞ്ഞു, അവരുടെ മാതുലനായ അമ്മാവനായ ശകുനി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ചൂത് കളിക്കാൻ വിളിക്കാം. അപ്പൊ ഇവരെ അടിമകളാക്കിയൊന്നും വയ്ക്കേണ്ട, ചൂതിൽ തോൽക്കുന്നവര് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നടത്താൻ നമുക്ക് ആവശ്യപ്പെടാം. അപ്പൊ അതൊരു നല്ല ഐഡിയ ആണെന്ന് ദുര്യോധനും കർണനും ഒക്കെ തോന്നി. അപ്പൊ അവര് വീണ്ടും ധൃതരാഷ്ട്രരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ലയോ പിതാവേ, ഇപ്പോ ഈ ധനധാന്യ സമ്പത്തെല്ലാം അവര് കൊണ്ടുപോയി, അവരെ ഒന്നുകൂടി ചൂതിന് വിളിക്കാം. ആ ചൂതുകളിയിൽ അവര് തോറ്റാൽ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും, ഞങ്ങളാണ് തോൽക്കുന്നതെങ്കിൽ 12 വർഷം വനവാസവും 1 വർഷവും അജ്ഞാതവാസവും. ഈ അജ്ഞാതവാസത്തിനിടയ്ക്ക് ആരെങ്കിലും ഒരാളെയെങ്കിലും കണ്ടുപിടിച്ചാൽ വീണ്ടും 12 വർഷം അവർ വനവാസം നടത്തണം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് സാമന്തന്മാരായ രാജാക്കന്മാരെയൊക്കെ കൂട്ടുപിടിച്ച് ഇവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് കെൽപ്പുണ്ടാകും. ആൾക്കാരെയും സമ്പത്തും എല്ലാം നമുക്ക് കൂട്ടാൻ കഴിയും. അതുകൊണ്ട് ഈ ഒന്നുകൂടി അവരെ ചൂത് കളിക്കാൻ വിളിക്കണം എന്ന് ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. പുത്രവാത്സല്യത്താൽ അന്ധനായ ധൃതരാഷ്ട്രർ അത് വേണമെങ്കിൽ സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നു. അപ്പോഴും വിതുരര്, ഭീഷ്മര്, മറ്റ് പ്രഗത്ഭരായ ഋഷികള്, മുനീന്ദ്രന്മാരെ എല്ലാരും ഇതിനെ എതിർക്കുകയാണ്. വികർണൻ, ദ്രോണാചാര്യര് എല്ലാരും പറയുന്നു, പാടില്ല, ഇത് അധർമ്മമാണ്, വേണ്ട വേണ്ട, ഇത് ദുര്യോധനൻ ഈ കുലത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് വരെ വിതുരർ പറഞ്ഞു നോക്കി. പക്ഷെ ആരുടെ വാക്കുകളും ധൃതരാഷ്ട്രർ കേട്ടില്ല. അദ്ദേഹം സമ്മതം മൂളി. എന്നിട്ട് പ്രതീകാമിയെ വിളിച്ചിട്ട് പറഞ്ഞു, യുധിഷ്ഠിരാദികളെ പാണ്ഡവരെ തിരിച്ചു വിളിക്കുമെന്ന്. അത് കേട്ട് പ്രതീകാമി നേരെ പോയി അവരെ അങ്ങ് വരെ എത്തിയിരുന്നില്ല, അവരെ വീണ്ടും തിരിച്ചു വിളിച്ചു. അപ്പോഴും യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ഇത് രാജധർമ്മത്തിന് ചേർന്ന നടപടിയല്ല ഈ ചൂതുകളിൽ, എങ്കിലും ഞാൻ വരാം എന്ന് പറഞ്ഞ് തിരിച്ച് അവര് വന്നു.
ആ സഭയിൽ വെച്ച് ശകുനി പകിട എറിഞ്ഞു. ഈ പകിടകളിയിൽ ഞാൻ തന്നെ ജയിച്ചു എന്ന് പറഞ്ഞ് പകിട എറിഞ്ഞ് അതിൽ ജയിക്കുന്നു. അങ്ങനെ ജയിച്ചു കഴിഞ്ഞു. അപ്പോ പറയുന്നു, നിങ്ങൾ മാന്തോൽ ചുറ്റിക്കൊണ്ട് 12 വർഷം വനവാസം നടത്തണം, 1 വർഷം അജ്ഞാതവാസവും നടത്തണം. നിവർത്തിയില്ല. അങ്ങനെ പാണ്ഡവര് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. മാൻതോൽ ഉടുത്ത് പാണ്ഡവർ വനവാസത്തിന് യാത്രയാകുന്ന കണ്ട് ദുശാസനൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പാഞ്ചാലി, നിന്നെ ഈ ഷണ്ടന്മാരായിട്ടുള്ളവന്മാരുടെ ആ പാഞ്ചാല രാജാവ് എന്തിനാണ് വിവാഹം കഴിപ്പിച്ച് വിട്ടത്? നിനക്ക് നല്ല ഒരു രാജാവിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അത് കേട്ടപ്പോഴും വീണ്ടും പാണ്ഡവർക്ക് ഭയങ്കരമായിട്ടുള്ള കോപം ഉണ്ടായി. അതിൽ ഭീമസേനൻ പറയുന്നു, നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഞങ്ങളുടെ മർമ്മത്തിൽ കൊള്ളുന്ന വാക്കുകളാണ് നീ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം നീ അനുഭവിക്കും. നീ എത്ര രാജാക്കന്മാരെ കൂട്ടിയാലും, എത്ര സ്നേഹിതരെ കൂട്ടിയാലും, എത്ര രക്ഷകരെ കൂട്ടിയാലും പോർക്കളത്തിൽ വെച്ച് നിന്നെയും അവരെയും ഞാൻ കാലപുരിക്കയക്കും. ഇത് ഞാൻ ചെയ്യുന്ന ശപഥം തന്നെയാണ് എന്ന് ഭീമസേനൻ അവസാനമായിട്ട് പറയുന്നു. അങ്ങനെ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.